ഹാലലൂയ. സർവശക്തിയുള്ള ദൈവമായ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇസ്രയേൽ ആകുന്ന വേരും ജാതികളാകുന്ന കൊമ്പുകളും. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്, വേര് കൊമ്പിനെയാണ് വഹിക്കുന്നത്, അല്ല കൊമ്പ് വേരിനെ അല്ല. ഇസ്രയേൽ ആണ് വേരും നമ്മൾ കൊമ്പുകളുമാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. അത് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ മർമ്മം അവിടെ പറയുന്നുണ്ട്. കൊമ്പ് വേരിനെ അല്ല, വേരാണ് കൊമ്പിനെ വഹിക്കുന്നത്. വേര് വിശുദ്ധമാണെങ്കിൽ കൊമ്പും വിശുദ്ധമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യം, പുതിയ നിയമം പൊരുളും പഴയ നിയമം നിഴലുമാണ്. നമ്മൾ പൊരുളാണ് നമ്മളെങ്കിൽ നിഴല് നമ്മളോടൊപ്പം തന്നെ നിൽക്കേണ്ട സാധനമാണ്. നിഴല് നമ്മളോട് തന്നെ നിൽക്കും. അപ്പോൾ നിഴലിനെ എന്തിനാ കൂടെ വരുന്നതെന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂട്ടി ദൂരെ എറിയാനൊന്നും പറ്റില്ല. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എൻ്റെ ആത്മാവിൽ പ്രേരണ വന്നത്, ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. സത്യത്തിൻ്റെ ആത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. വചനം ഞാൻ നിങ്ങളെ ഉപദേശിച്ച് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തും, എന്നിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്ന് വെച്ചാൽ വചനത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞു തരുമെന്നാണ് യേശു പറഞ്ഞത്. സംഭവിക്കാനുള്ളത് സത്യത്തിൻ്റെ ആത്മാവ് നമുക്ക് അറിയിച്ചു തരും എന്ന് യോഹന്നാൻ 16:13 എഴുതിയിരിക്കുകയാണ്. സങ്കീർത്തനം 102:13 പറയുന്നത്, സിയോനോട് കരുണ കാണിക്കുവാനുള്ള സമയം വന്നിരിക്കുന്നു. നിന്റെ ഭൃത്യന്മാർക്ക് അവളുടെ കല്ലുകളോട് അലിവ് തോന്നുന്നു. യഹോവ സിയോനെ പണിയുകയും മഹത്വത്തിൽ പ്രത്യക്ഷനാവുകയും ചെയ്യും എന്നാണ് 102-ാം സങ്കീർത്തനം 13 മുതൽ 15 വരെ എഴുതിയിരിക്കുന്നത്. യെശയ്യാവ് 2-ാം അധ്യായത്തിലും മീഖാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന ഒരു മർമ്മം, സിയോനിൽ നിന്ന് ഉപദേശവും യെറുശലേമിൽ നിന്ന് ദൈവത്തിൻ്റെ വചനവും പുറപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വചനം, കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, രക്ഷ യഹൂദന്മാരിൽ നിന്നല്ലോ വരുന്നത്. പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യോഹന്നാൻ 4:23 രക്ഷ യഹൂദന്മാരിൽ നിന്ന് വരുന്നത് എന്ന് കാണുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ ഇസ്രായേലാകുന്നു, നിന്നിൽ ഞാൻ മഹത്വീകരിക്കപ്പെടും. യെശയ്യാവ് 49:3. അപ്പോൾ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ആദ്യജാതന്മാരായി ദൈവം തിരഞ്ഞെടുത്ത, പുറപ്പാട് 4:23 പ്രകാരം തിരഞ്ഞെടുത്ത ഒരു ജാതിയാണ് യഹൂദന്മാരുടെ ഈ ജാതി, തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ. അത് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ രാഷ്ട്രത്തോടനുബന്ധിച്ചാണ് നടക്കേണ്ടത്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, പെന്തക്കോസ്ത് നാളിൽ ഉപദേശം പ്രസംഗിച്ചു തുടങ്ങിയത് ഈ യെറുശലേമിൽ നിന്നാണ്. അവിടെ നിന്നാണ് സുവിശേഷം ഭൂമി എങ്ങും പരന്നത്. ബൈബിൾ എഴുതിയ എഴുത്തുകാരെല്ലാം തന്നെ, ലൂക്കോസ് ഒഴികെ എല്ലാവരും യഹൂദന്മാരായിരുന്നു. പിന്നെ ആദ്യത്തെ ഉണർവുണ്ടായത് ഏകദേശം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം വരെയും ഉണർവ് സംഭവിച്ചത് യഹൂദന്മാരുടെ ഇടയിൽ തന്നെയായിരുന്നു. പിന്നീടാണ് അത് ജാതികളിലേക്ക് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരുടെയും കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ നമ്മൾ പ്രാർത്ഥനയിൽ വഹിക്കണം. വഹിച്ച് ഇവരെ ദൈവത്തിന് അവരോട് കരുണയുണ്ടാകുവാനും ഇവരെല്ലാം രക്ഷിക്കുവാനും ഇടയാകണം. ഇവരെല്ലാം എന്ന് വെച്ചാൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന 144,000 പേര് ഇവരുടെ ഇടയിൽ നിന്ന് മുദ്രയേൽക്കണം. അപ്പം നമ്മളുടെ പ്രാർത്ഥന ഇവർക്കെല്ലാം വേണ്ടി ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മെസ്സേജ് എല്ലായിടവും എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇവരിലൂടെ നിറവേറേണ്ട അനേക മർമ്മങ്ങളും കൂടെ നിറവേറിയാലേ കർത്താവിന് വരാൻ പറ്റൂ. വെളിപ്പാട് പുസ്തകം 1:7 പറയുന്നത്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, സകല ജാതികളും അവനെ ചൊല്ലി വിലപിക്കും, ആമേൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഈ കുത്തി തുളച്ചവർ, യഹൂദന്മാർ, അവരെല്ലാവരും യേശുവിങ്കിലേക്ക് തിരിയേണ്ടതുണ്ട്. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ജാതികളുടെ ഭ്രംശം, അവരുടെ പിന്മാറ്റം എന്ന് വെച്ചാൽ ജാതികളുടെ അല്ല, യഹൂദന്മാരുടെ പിന്മാറ്റം. യഹൂദന്മാരിൽ കുറെ പേര് യേശുവിൽ വിശ്വസിച്ചു. ഭാഗികമായി ഒരു ഭ്രംശം, വിശ്വാസത്തിന് ഭ്രംശം സംഭവിച്ചത് ജാതികൾക്ക് രക്ഷയായി ഭവിച്ചുവെങ്കിൽ അവരുടെ മടങ്ങിവരവ് മരിച്ചവരുടെ പുനരുത്ഥാനമല്ലാതെ, അതായത് യേശു ക്രിസ്തുവിന്റെ വരവല്ലാതെ മറ്റെന്താകും എന്ന് റോമർ 9 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 9, 10, 11 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അവരുടെ പുത്രന്മാരെ പാർശ്വത്തിൽ വഹിച്ചു കൊണ്ടുവരുമെന്നാണ് ജാതികൾ. ഞാൻ മതിലിൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ വിശ്രമിക്കയില്ല, യഹോവയ്ക്ക് സ്വസ്ഥത കൊടുക്കയില്ല, യെരൂശലേമിനെ പ്രശംസാ വിഷയമാക്കുവോളം. അപ്പൊ രക്ഷിക്കപ്പെട്ട നിങ്ങളുടെയും എന്റെയും എല്ലാം പ്രാർത്ഥനയുടെ ചുമലിലാണ് ഇവർ മടങ്ങി വരേണ്ടത്. ഇവർക്ക് എന്ത് സംഭവിക്കുന്നു? യെരൂശലേം എന്ന് പറഞ്ഞാൽ ഇന്ന് പാപത്തിന്റെ നഗരമാണ്. ഇതൊന്നും നമ്മൾ നോക്കണ്ട. അഗ്നിജ്വാല പോലെ, മലാക്കി 3 പറയുമ്പോൾ അഗ്നിജ്വാല പോലെയുള്ള ശുശ്രൂഷകന്മാർ എഴുന്നേറ്റിട്ട് തീയിങ്കൽ വെള്ളി പോലെ, പൊന്നുപോലെ ലേവ്യപുത്രന്മാരെ നിർമ്മലീകരിച്ച് ദൈവം കൊണ്ടുവരും. ദൈവം ചെയ്തോളും പണി. നമ്മൾ ആരും ചെന്ന് പ്രസംഗിച്ചെന്നും പറഞ്ഞ് യഹൂദന്മാരൊന്നും രക്ഷിക്കപ്പെടില്ല. പക്ഷെ ദൈവം പ്രവർത്തിച്ചാൽ കാര്യം നടക്കും. പക്ഷെ അങ്ങനെ കാര്യം നടന്നാലേ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള വഴി ഒരുങ്ങും. അതാണ് എനിക്ക് ആത്മാവിൽ പ്രേരണ ഉണ്ടാവുന്നതും അതാണ് ഞാൻ ഈ വചനത്തിൽ പറയുന്നത്. അപ്പോൾ കർത്താവിന്റെ വരവ് കാംക്ഷിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടാലേ, സുവിശേഷം പ്രസംഗിക്കപ്പെട്ടെങ്കിലേ കർത്താവിന്റെ വരവിന് വേണ്ടി വഴിയൊരുങ്ങും. മറുവശത്ത് യഹൂദന്മാരും മടങ്ങി വരണം. ഇത് രണ്ടും സംഭവിച്ചാലേ കർത്താവിന് മടങ്ങി വരാൻ പറ്റൂ. തൻ്റെ വചനപ്രകാരം, തൻ്റെ വചനത്തെ തൻ്റെ നാമത്തെക്കാളും ശ്രേഷ്ഠതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് 138 സങ്കീർത്തനം പറയുന്നത്. ദൈവത്തിന്റെ വചനങ്ങൾ ഓരോന്നും നിറവേറിയേ പറ്റൂ, അല്ലാതെ കർത്താവിന് വരാൻ പറ്റില്ല. ആ വഴി ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളുടെ കർത്തവ്യമാണ്. കർത്താവ് വരണമെന്ന് പറഞ്ഞിട്ട് വാതിലടച്ചിട്ടിരുന്ന എങ്ങനെ വരും? ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, കർത്താവ് അകത്ത് വരണമെന്ന് പറഞ്ഞ് വാതിൽ തുറക്കാതിരുന്ന വരാൻ പറ്റാത്ത പോലെ നമ്മൾ കർത്താവിനെ വരാൻ വേണ്ടി വഴിയൊരുക്കി കൊടുക്കണം. ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ എൻ്റെ മുമ്പാകെ വഴി നിരത്തും, നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതൻ പെട്ടെന്ന് മന്ദിരത്തിൽ വരുമെന്നാണ് മലാക്കി 3:1 പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യൂല. ഭൂമിയിലെല്ലാം നടക്കുന്ന കാര്യമെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യില്ല. സകല ജാതികളെയും ശിഷ്യരാക്കാനോ, സകല സൃഷ്ടികളോടും സുവിശേഷം പറയാനോ, പിന്നെ യഹൂദന്മാർ മടങ്ങി വരണമെന്നോ ഒന്നും നമുക്ക് ചിന്തയിലില്ല. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. സത്യത്തിൽ ഇത് വെളിപ്പെടാത്തതാണോ അതോ വെളിപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ? അത് ഉറങ്ങുകയാണോ, ഉറക്കം നടിക്കുകയാണോ? അല്ലയോ ഉറങ്ങുന്നവനെ, മരിച്ചവിടെയിൽ നിന്ന് എഴുന്നേൽക്ക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എഫേസ്യർ 5:14. അപ്പൊ ജാതികളായ നമ്മൾ യഹൂദന്മാരെ അവരുടെ ഉണർവിന് വേണ്ടി അവരുടെ കല്ലുകളോട് മനസ്സലിവുണ്ടാവണം. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു വാക്കെങ്കിലും നമ്മൾ പറയണേ. എവിടെയെല്ലാം മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ അവിടെയെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് എല്ലാവരെയും ഉണർത്തുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവമേ, ഇസ്രായേലിന് ഒരു മടങ്ങി വരവ് ഉണ്ടാകുവാനും സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തുവാനും അങ്ങനെ അങ്ങയുടെ വരവിന് വേണ്ടി വഴിയൊരുങ്ങുവാനും ഇടയാക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മൂർച്ചയുള്ളതും പുതിയതും പല്ലേറിയതും മെതിവണ്ടി പോലെ ഞങ്ങളെ മാറ്റണം. ദുർഘടങ്ങളെ സമഭൂമിയാക്കണം. ആത്മീയവും ഭൗമികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിച്ച് അങ്ങേക്ക് വേണ്ടി ഞങ്ങളെ പ്രയോജനപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ.